ഇ അഹമ്മദിന്റെ മരണവിവരം മറച്ചുവെച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയെന്നും രമേശ് ചെന്നിത്തല. ഇ അഹമ്മദിന് ജന്മനാടിന്റെ യാത്രാമൊഴി. കണ്ണൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. ലോ അക്കാദമി സമരം തെരുവ് യുദ്ധമായി. KSU സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷം. കെ മുരളീധരൻ MLA നിരാഹാര സമരത്തിൽ. അക്കാദമി ഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ പരിശോധന. പ്രശ്നപരിഹാരത്തിന് ADMന്റെ നേതൃത്വത്തിൽ ചർച്ച. ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച പരാജയം. അർദ്ധരാത്രി മുതൽ KSRTC ജീവനക്കാരുടെ പണിമുടക്ക്. പ്രതിഷേധം ശമ്പളം മുടങ്ങുന്നതിനെ തുടർന്ന് ശമ്പള വിതരണത്തിനായി പണം നൽകിയെന്ന് തോമസ് ഐസക്. പഞ്ചാബ് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് അമരീന്ദർ സിംഗ്. ആം ആദ്മി പാർട്ടി നിലംപൊത്തുമെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ന്യൂസ് 18നോട്. ഇ അഹമ്മദിനോട് അനാദരവും. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ ഇ അഹമ്മദിന്റെ മൃതദേഹം കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ ഖബറടക്കി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനിടെ കുഴഞ്ഞുവീണ് മരിച്ച മുൻമന്ത്രിയും ലീഗ് നേതാവുമായ ഇ അഹമ്മദിന്റെ മൃതദേഹം ഡൽഹിയിലെയും കോഴിക്കോടെയും പൊതുദർശനത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീടായ സിത്താരയിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും സിറ്റി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പൊതുദർശനത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു ഖബറടക്കം. പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ, ലീഗ് നേതാക്കളായ KP മജീദ്, PK കുഞ്ഞാലിക്കുട്ടിയടക്കം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആൾക്കാർ അന്ത്യോപചാരം അർപ്പിച്ചു. ഇ അഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് കണ്ണൂരിൽ ഇന്ന് സർവകക്ഷി ഹർത്താൽ ആചരിക്കുന്നു. സംസ്കാരത്തിന് ശേഷം കണ്ണൂർ സിറ്റിയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് 18 കണ്ണൂർ. മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിന്റെ മരണം അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. അഹമ്മദിനോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാട്ടിയെന്ന് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ ഡൽഹിയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. Saddened to see his, the dead body. It's just not a loss to the family or to the IUML, but it's a loss to the country. He was not just a politician, but he was a able administrator, and moreover he was committed social worker. Such a great loss. I pray to Almighty Allah for his maghfirat, and may Allah give him a place in the Jannah. So from me, from my party, I express my heartfelt condolences to the bereaved family. I think your intervention in last night helped a lot their family. And what is that? Not a time to, but they were not that cooperative, They were not that cooperative, I must say. Do you feel that needs to be looked into? It could have been avoided. And I think it should be looked into, by the government, why all this happened, Because only we came to know when the family informed us, Anyway, it's a sad. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് ഹാരിസ്, അറിയാവുന്നതാണ് ഇ അഹമ്മദിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹൃദയാഘാതം. അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. പക്ഷേ കുഴഞ്ഞു വീണതിന് ശേഷം അഹമ്മദ് സാഹിബിൻ്റെ ആരോഗ്യനില എപ്രകാരമായിരുന്നു? എന്ത് പരിചരണമാണ് അദ്ദേഹത്തിന് നൽകുന്നത്? എന്താണ് സാഹചര്യം എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് പോലും അറിയാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ടായി. ബന്ധുക്കൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് അർദ്ധരാത്രി വരെ നീളുന്ന ആശങ്ക, അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി പരിസരത്തുണ്ടായ സംഭവവികാസങ്ങൾ അത് ആവർത്തിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ
ഒരു പാർലമെന്റേറിയനോട് അനാദരവ് പുലർത്തുകയായിരുന്നു എന്നാണോ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും അനാദരവ് എന്നുള്ളത് ഒരു ചെറിയൊരു വാക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് എല്ലാ നിയമങ്ങളുടെയും ലംഘനമാണ്. നിങ്ങൾ എടുക്കാവുന്ന നിയമങ്ങളിലെ എല്ലാ നിയമങ്ങളുടെയും ലംഘനമാണ്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ആരോടൊക്കെയാണ് മനുഷ്യാവകാശം ലംഘിച്ചേക്കുന്നത്? ഇത് അഹമ്മദ് സാഹിബ് എന്നൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ആ ബോഡിയോടുള്ള ഒരു മനുഷ്യാവകാശം ലംഘിച്ചേക്കാണ്. അദ്ദേഹത്തിൻ്റെ മക്കളോട്, ബന്ധുക്കളോട്, കാത്തിരിക്കുന്ന ഞങ്ങളോട്, പിന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങളോടുമുള്ള ഏറ്റവും വലിയ ഒരു ലംഘനമാണ് നടത്തിയേക്കുന്നത്. ഇത് ഒരു മനുഷ്യാവകാശ ലംഘനം എന്നുള്ളത് ആദ്യത്തേത്. രണ്ടാമത്തേത്, ഇതൊരു ക്രിമിനലായിട്ടുള്ള ഒരു നടപടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസ്, ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ക്രിമിനൽ കേസ് എടുത്തിട്ട് ഈ അന്വേഷണം നടത്തിയിട്ട് ഇതിനകത്ത് ആരെല്ലാമാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇത് പുറത്തു കൊണ്ടുവരാൻ വരികയുള്ളൂ. കാരണം കുറ്റം ചെയ്തു എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ്. അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12:15 തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 2:30 മണി വരെ ഞാൻ അവിടെ നിന്ന് മാറാതെ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായ ആളാണ്. ഞങ്ങൾ ചെന്ന് ഒരു 12:15 തൊട്ട് ഏകദേശം ഒരു 1 മണി വരെ ഞങ്ങളെല്ലാവരും ICUവിൻ്റെ ഉള്ളിൽ പോലും കയറുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഏകദേശം മരിച്ചു കിടക്കുന്ന പോലെ തന്നെയായിരുന്നു. അവർ CPR കൊടുത്തിട്ട് നെഞ്ചത്ത് കുറേ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ തന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഇല്ലെങ്കിൽ പൾസൊന്നും കയറുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ വരെ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഞാനൊന്ന് ഇടപെടുന്നു. അതായത് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. ഏകദേശം മരണവിവരം പോലും സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ആ സമയത്ത് അവശേഷിച്ചത്. ഏത് സമയത്തായിരുന്നു ഈ വിശദീകരണം ഉണ്ടാകുന്നത്? ഈ ആദ്യത്തെ വിശദീകരണം ഞാൻ പറഞ്ഞത് പകൽ സമയത്ത് ഏകദേശം ഒരു 12:45 1 മണിയായിട്ടുണ്ടാവും ഞങ്ങളെല്ലാം അവിടെ എത്തിയപ്പോൾ. അതിനുശേഷം ഒരു അരമണിക്കൂർ, ഏകദേശം ഒരു 1.5 മണിയോട് കൂടിയിട്ടായിരിക്കും ICUവിൽ ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാഫ് തന്നെ നമ്മളെടുത്ത് പറഞ്ഞത്. കാരണം ഒരു 5 മിനിറ്റും കൂടി ഞങ്ങൾ CPR ഇനി കൊടുക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പൾസ് റേറ്റ് റിവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിക്ലറേഷൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ICUയുടെ പുറത്ത് നിന്നോ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു വാചകമായിരുന്നു അത്. ആ സമയത്താണ് ചെവിയിൽ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. മരിക്കണ ആ ഒരു ടൈമിൽ ഒരു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. അതുവരെയും ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിത് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ കണ്ടേക്കുന്ന എന്തോ ഒരു തീരുമാനം മാറ്റാനുള്ള സാഹചര്യം അവരുണ്ടായത്. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മേത്താണ് ഈ വെന്റിലേറ്ററും പേസ് മേക്കറും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു യന്ത്രം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിങ്ങനെ ഉന്താൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഘടിപ്പിച്ചതിൻ്റെ കാരണം പിന്നീടാണ് മനസ്സിലായത്. കാരണം ഹാർട്ട് ഓൾറെഡി നിന്നേക്കുകയാണ്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഇല്ലാതെ ഈ മീറ്ററിലൊന്നും ആ ഗ്രാഫ് വരില്ല. ആ ഗ്രാഫ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ചെയ്തതാണ്. അങ്ങോട്ട് ഒറ്റ ഒന്നുമ്പോൾ എന്തായാലും ഉള്ളിലുള്ള സാധനം ഒന്ന് ചലിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രാഫ് വരുത്തും. ഇതെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു കോൺസ്പിരസി ആയിരുന്നു, ഒരു ഗൂഢാലോചന ഭാഗമാണ്. കാരണം ഇതെല്ലാം വളരെ ആലോചിച്ചെടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പുറം ലോകത്തിന് ധരിപ്പിക്കണം എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനമാണെന്ന് ഏതൊരു മനുഷ്യനും അവിടെ നിന്ന മനുഷ്യനും മനസ്സിലാവുമായിരുന്നു. കാരണം ഞങ്ങൾ 2:15 2:30 ഇത് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം തന്നെ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ വന്നിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പോലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഡിക്ലറേഷൻ നടത്തിയത് പോലും അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ഡോക്ടർ ബാബു ഷർഷാദ് ആയിരുന്നു. അദ്ദേഹം മരിച്ചതിൻ്റെ ഡിക്ലറേഷൻ നടത്തിയത് പോലും. എന്നിട്ട് ഹോസ്പിറ്റൽ അധികാരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറല്ല, ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് കയ്യിൽ എഴുതിയിട്ട് പറഞ്ഞു 2:15 അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞതെന്നല്ലാതെ ഒരു സീനിയർ ആൾ പോലും, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ പോലും അവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ രാവിലെ ഉച്ചയ്ക്കുള്ള 1 മണി തൊട്ട് വെളുപ്പിന് 2:30 വരെയുള്ള ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഏതോ ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ്. കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീ കെ മുരളീധരൻ, അഡ്വക്കേറ്റ് ഹാരിസ് പറയുന്നത് കൃത്യമായ
ഗൂഢാലോചനയുടെ ഭാഗമാണ്, ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസും ആവശ്യപ്പെടുന്നത് അഹമ്മദിൻ്റെ മരണം അന്വേഷിക്കണം, അഹമ്മദിനോട് കേന്ദ്ര സർക്കാർ അനീതി പുലർത്തി അനാദരവ് കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെയൊരു ഗൂഢാലോചന, ആസൂത്രിതമായൊരു നീക്കമാണോ യഥാർത്ഥത്തിൽ നടന്നത് താങ്കളുടെ നിരീക്ഷണത്തിൽ? ശ്രീ കെ മുരളീധരൻ. ശ്രീ കെ മുരളീധരൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ അഡ്വക്കേറ്റ് ഹാരിസ് ഉന്നയിക്കുന്ന ആക്ഷേപം, മരണം എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊള്ളാൻ ഇ അഹമ്മദിന്റെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ തയ്യാറായ സാഹചര്യത്തിൽ പോലും അത് അവിടെ തളർന്നു വീഴുന്നത്. തളർന്നു വീണ അഹമ്മദ് സാഹിബ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും തന്നെ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മരണപ്പെട്ട ഒരു മഹൽ വ്യക്തിയുടെ മൃതശരീരമാണ് വെന്റിലേറ്ററിലേക്ക് ആക്കിയത് എന്നുള്ള ആക്ഷേപം ഇന്ന് വളരെ ശക്തമാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ്, MP, ദീർഘകാലം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ മൃതശരീരം പിറ്റേ ദിവസത്തെ ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടി വെന്റിലേറ്റർ ഇട്ടു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം നടത്തി കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ട. റൈറ്റ്, താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഹാരിസ്, നമുക്കറിയാം രാവിലെ 11 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. 11:45 കൂടിയാണ് ശ്രീ ഇ അഹമ്മദ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കൊഴിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്നത്. ആ നിമിഷം തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം കേരള MP-മാർ ഉൾപ്പെടെയുള്ളവർ, അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുന്നു. പിന്നീടാണ് കേന്ദ്രമന്ത്രി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കാര്യാലയ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അവിടെ എത്തുന്നത്. അതിനുശേഷമാണോ ഈ തീരുമാനങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായത്? തീർച്ചയായിട്ടും അതെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ICUയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരു 5-6 പേര് ICUയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞു, നിങ്ങൾ 5 മിനിറ്റ് പുറത്തേക്ക് നിൽക്കൂ, ഞങ്ങൾ ബാക്കിയുള്ള ഔപചാരികതകളെല്ലാം പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് തന്നെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ള യന്ത്രങ്ങളെല്ലാം മൂരി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണെന്നുള്ളതാണ് അവർ വെട്ടി തുറന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ ഇനി ബാക്കിയുള്ള കാര്യങ്ങളുള്ള ക്രമീകരണങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളികൾ വരാൻ തുടങ്ങി. ആ സമയത്താണ് ഇദ്ദേഹം ഈ കേന്ദ്രമന്ത്രി അവിടെ വരുന്നതും. അദ്ദേഹം നേരെ ICUയിലേക്കല്ല വരുന്നത്, നേരെ മെഡിക്കൽ സൂപ്രണ്ടോ മെഡിക്കൽ ഡയറക്ടറിൻ്റെ റൂമിൽ അവിടെ പോയി ആ മെഡിക്കൽ ഡയറക്ടറെ ഒരു ബ്രീഫ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ ഒന്നിച്ചിട്ട് ഒരുപാട് കേരള MP-മാർ അവിടെ ഉണ്ടെങ്കിലും അവരെ ഒന്നും കാണാതെ നേരെ ICUയിൽ കയറി മുറി അടച്ചു. അതിനുശേഷം അവിടെ എന്തോ ഡോക്ടർമാരായിട്ടുള്ള ബ്രീഫിംഗ് നടന്നു എന്നാണ് പറയുന്നത്. ആ ബ്രീഫിങ്ങിന് ശേഷമാണ് അവരുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് മാറിയത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞങ്ങളൊന്ന് അങ്ങോട്ട് കയറാൻ നോക്കിയപ്പോൾ ഗുണ്ടകളെ അനുമാനിക്കുന്ന ബൗൺസർമാർ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത് എവിടെ പോകും? ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് വന്നാണ്, ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ICU ആർക്കും കയറാൻ പറ്റിയ സ്ഥലമല്ല, നിങ്ങളൊക്കെ അവിടെ നിന്ന് മാറിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് മാറ്റി. ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി അവിടെ വന്നു, അദ്ദേഹത്തെ പോലും അങ്ങോട്ട് കയറ്റണില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാം കയറി അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അവിടെ ഇപ്പോൾ ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ട് അവിടെ കയറ്റരുത്. പിന്നീട് കേൾക്കുന്നു പെട്ടെന്ന് അഹമ്മദ് സാഹിബിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു, പേസ് മേക്കർ ഇടുന്നു. അപ്പോൾ പറയുന്നു ഈ ICU നിന്ന് മാറ്റി വേറൊരു ICUയിലേക്ക് ഞങ്ങൾ മാറ്റുകയാണെന്ന് പറയുന്നു. അപ്പോൾ മാറ്റുന്ന സമയത്ത് ആ മാറ്റുന്ന റൂട്ടുണ്ട്, ആ റൂട്ടിൽ പോയി ഞങ്ങൾ നിന്നു എന്താണ് ഇവിടുത്തെ അവസ്ഥ നോക്കിയപ്പോൾ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ പ്രത്യേക ഒരു യന്ത്രം അതിൻ്റെ അഹമ്മദ് സാഹിബിൻ്റെ നെഞ്ചത്ത് വെച്ചേക്കാണ്. ആ യന്ത്രം അങ്ങോട്ട് ഭയങ്കര ശക്തിയിൽ അടിക്കുകയാണ് നെഞ്ചിലേക്ക്. ആ അടിക്കുന്ന ശക്തിയിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു ഗ്രാഫ് കിട്ടുന്നത്. അത് ആ മറ്റേ മോണിറ്ററിൽ തെളിയുമ്പോൾ അവർക്കത് കാണിക്കാം, അത് ഇപ്പോഴും അവിടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അതെല്ലാം നമ്മൾ പിന്നീട് കാരണം ആ സമയത്ത് അഹമ്മദിനെ മാറ്റണം എന്ന നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് മരുമക്കളൊക്കെ എത്തിയപ്പോൾ മാത്രമാണോ പിന്നീട് ആശുപത്രി അധികൃതരും നിലപാട് മാറ്റിയത്? അതെ, ആദ്യം തന്നെ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇവർ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, കാരണം മക്കളെ വരാൻ കാണിക്കാത്ത ഒരവസ്ഥ. എന്താണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സ്ഥിതി എന്ന് പറയാത്ത ഒരവസ്ഥ, 10 മണിക്കൂറായിട്ട് ഒന്നും ഒരു പുറത്തുവിടാത്ത അവസ്ഥ. അപ്പോൾ പോലീസ് വന്നിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വന്നു, ഡോക്ടർമാരെ ചോദ്യം ചെയ്തു. അവിടെ ഡോക്ടർമാരെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ വന്നിട്ട് ഇത് ഒരു വലിയൊരു ഇഷ്യൂ ആവാൻ ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു സാഹചര്യം വന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ അവിടെ റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കാൻ, ഒന്ന്
ഇദ്ദേഹത്തെ വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റണം. ആ മാറ്റാനുള്ള സാഹചര്യമല്ല എങ്കിൽ പുറത്തുനിന്നുള്ള ആശുപത്രിയുടെ ഒരു എക്സ്പേർട്ട് ഡോക്ടർമാരുടെ അഡ്വൈസിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഡോക്ടർമാരെ ഇദ്ദേഹത്തിനെ കാണിക്കാൻ അനുവദിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് രണ്ട് റിക്വസ്റ്റാണ് നമ്മൾ കൊടുത്തത്. ഇത് കൊടുത്തതും പിന്നീട് അപ്പോൾ രാഹുൽ ഗാന്ധി പോണ സമയത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ സീനിയർ ഡോക്ടർ ഒരാൾ വരുന്നുണ്ട്, ആ വരുന്ന ഡോക്ടറുടെ കൂടെ ഇദ്ദേഹത്തിൻ്റെ അഹമ്മദ് സാഹിബിൻ്റെ മകളും മരുമകളും രണ്ടുപേരും ഡോക്ടേഴ്സാണ്, അവരെയും കൂടി ഇതിൻ്റെ കൂടെ ഉള്ളിലേക്ക് അയക്കാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ അരമണിക്കൂറല്ല 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ ഒരു ഡോക്ടറൊന്നും വരാത്ത സ്ഥിതിക്ക് പിന്നീടാണ് ഞങ്ങൾ പിന്നെയും ഒരു ബഹളം വെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഉള്ളിൽ നിൽക്കുന്ന ജൂനിയർ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ഇവരായിട്ട് പോകണം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഈ മകളും മരുമകനും കൂടി പോകുമ്പോഴാണ് ആ നിശ്ചലമായിട്ടുള്ള ആ ദേഹം അവിടെ കിടക്കുന്നതും മരുമകൻ പുറത്തു വന്നിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും കാണുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും കയറി അദ്ദേഹത്തിൻ്റെ ബോഡി ഞാൻ കണ്ടു. ബോഡി കണ്ടപ്പോൾ വളരെ വികൃതമായിട്ടുള്ള മുഖമായിരുന്നു നമ്മൾ കാണുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ഓർക്കണം, അദ്ദേഹം അന്ന് രാവിലെ കുളിച്ച് ഷേവ് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്ത് വളരെ സുമുഖനായിട്ടാണ് അന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയത്. അല്ലാണ്ട് അത് അസുഖമായിട്ട് കിടക്കുന്ന ഒരു രോഗിയല്ലായിരുന്നു അഹമ്മദ് സാഹിബ്. അന്ന് രാവിലെ എല്ലാ പ്രാഥമിക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പാർലമെന്റിൽ പോയതാണ്. വളരെ നല്ല സൂട്ടും കോട്ടും എല്ലാം ഇട്ടിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ പോയത്. അദ്ദേഹത്തിന്റെ മുഖം ഏകദേശം 2.5 മണിക്ക് ഞാൻ കയറി കാണുമ്പോൾ വളരെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ മരുമകനായിട്ടുള്ള ഡോക്ടർ ബാബു ശേഷാദിനെ ചോദിച്ചപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ ഇത് അദ്ദേഹം നേരത്തെ മരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വികൃതമയക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദ വെർജ് ഓഫ് ഡീകമ്പോസിഷൻ. അത്രയും നേരമായി ആ ബോഡി അങ്ങനെ ഇരുന്നിട്ട് അത് ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ സമീർ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. സമീർ പറഞ്ഞുകൊള്ളൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മഹാനായ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന തരംതാണ ഒരു നിലപാട് വേദനാജനകമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മാത്രമല്ല, സാധാരണ പൗരന് പോലും ഉണ്ടാവാൻ സാധിക്കാത്ത രീതിയിലാണ് അഹമ്മദ് സാഹിബിന്റെ മരണത്തിൽ രാഷ്ട്രീയം കളിച്ചിരുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. റൈറ്റ്. സമീർ എന്ന പ്രേക്ഷകനാണ് കാസർഗോഡ് നിന്നും അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഹാരിസ്, അവിടെ എത്തിയവർ, അതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സിറ്റിംഗ് MP ആണ് കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹം ആശ്വാസം രേഖപ്പെടുത്തിയതിന് ശേഷം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് അവിടെ എത്തുന്നവരെ തന്നെ പരിശോധിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യക്തിത്വങ്ങളാണ്, നിരവധി പദവികൾ അലങ്കരിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ എത്തിയത്. അതേ സമാനമായ രീതിയിൽ തന്നെ നിരവധി പദവികൾ അലങ്കരിച്ച 10 വർഷത്തോളം, ഒരു ദശാബ്ദം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ 25 വർഷം തുടർച്ചയായി പാർലമെൻറ്റിൽ എത്തിയ ഒരാളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ലഭിക്കേണ്ട പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചോ? അവിടെ അഹമ്മദിൻ്റെ അസുഖ വിവരങ്ങൾ തിരക്കി എത്തിയവർക്ക് പോലും ഉണ്ടായ അനുഭവം എന്തായിരുന്നു? അഹമ്മദിൻ്റെ പദവികളെല്ലാം മാറ്റിവെച്ചാൽ പോലും ഒരു സാധാരണ പൗരനാണ് അവിടെ കിടക്കുന്നതെങ്കിൽ പോലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അധികാരികളോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ആക്ട് അനുസരിച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട് അതൊരു കുറ്റമാണ്, ഒരു വൻ കുറ്റമാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഹമ്മദിൻ്റെ ഒരു സാഹചര്യത്തിൽ അത് ഏതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു മരണമാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ പാർലമെന്റിൽ വെച്ച് തന്നെ അദ്ദേഹം കൊഴിഞ്ഞു വിടുന്നു, അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കെല്ലാം കിട്ടിയത്. അദ്ദേഹം ഒരു പുണ്യം ചെയ്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു നാടകം കളിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ വികൃതമാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇതെല്ലാം ചെയ്തത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് തെളിയിക്കാൻ നിസ്സംശയം നമുക്ക് സാധിക്കും. റൈറ്റ്. ഇപ്പോൾ സിദ്ദിഖ് എന്ന പ്രേക്ഷകൻ വേങ്ങരയിൽ നിന്നും. സിദ്ദിഖ് പറഞ്ഞുകൊള്ളൂ. സിദ്ദിഖ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടായെങ്കിൽ പറഞ്ഞുകൊള്ളൂ. അഡ്വക്കേറ്റ് ഹാരിസ്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്കറിയാം നിലവിലെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റ് സമ്മേളനം, ബജറ്റ് അവതരണ തീയതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത്തവണ ബജറ്റ് അവതരിപ്പിച്ചതുമായ സമയത്തിൽ അടക്കം പാർലമെൻറ്റിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നു, നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ബജറ്റ് അവതരണം എന്നത് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന ഒന്നുകൂടിയാണ്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ് ബജറ്റ് എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്.
താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എങ്കിൽ എന്താണ് ആ ഗൂഢാലോചന, ആരാണ് അതിന് പിന്നിൽ എന്നതും വ്യക്തമാണോ? വളരെ വ്യക്തമല്ലേ, പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ. അവർ സാധാരണ ഇന്ത്യൻ ചരിത്രത്തിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തീയതി ഫെബ്രുവരി 28-ാം തീയതിയാണ്. അത് ആദ്യമായിട്ട് അൺപ്രസിഡന്റഡ് ആയിട്ട് ഇപ്രാവശ്യം ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് മാറ്റിയതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് എല്ലാവർക്കും ഫ്രീ ബീസ് കുറച്ചൊക്കെ നൽകി വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം. അതൊക്കെ രാഷ്ട്രീയമാണ്, അതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്തോട്ടെ. അത് നിയമപരമായിട്ട് തെറ്റുണ്ടോ ഇല്ലെന്നുള്ളതാണ് വേറൊരു വിഷയം. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ പോയി, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ് നിങ്ങൾക്ക് അവതരിപ്പിക്കാം, പക്ഷേ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയന്ത്രണത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അനുമതി ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിയിട്ട് അവർ ഫെബ്രുവരി 1-ാം തീയതി ബസന്ത് പഞ്ചമി ആയിരുന്നു, അതുകൊണ്ട് അതൊരു വളരെ ഓസ്പീഷ്യസ് ഡേ ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എന്നുള്ള ഒരു വശം വേറെയുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഫെബ്രുവരി 1-ാം തീയതി എന്നുള്ള തീയതി തന്നെ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്ത തീയതിയിൽ ഇവരുടെ എല്ലാം കാൽക്കുലേഷൻസ് അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്നതെന്നുള്ളതാണ് ഇത് ഏതൊരു അരിഭക്ഷണം കഴിക്കുന്നവനും ചിന്തിക്കാവുന്ന ഒരു അവസ്ഥ. അൻസാരി കമലേശ്വരത്ത് എന്ന പ്രേക്ഷകൻ, അൻസാരി പറഞ്ഞുകൊള്ളൂ. സർ, ഇത് ഏറ്റവും കൂടുതൽ നീചമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഇവരിൽ നിന്നും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുക. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു, ഇനി മരിക്കാനുള്ള അവകാശം പോലും ഈ BJP ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാർ അവർ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ അത്യാവശ്യമാണ്. റൈറ്റ്. ഇപ്പോൾ CVM മാണിമേൽ, മുസ്ലിം ലീഗ് നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CVM മാണിമേൽ, മരണം എന്നത് യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മരിക്കുന്നതും. അത് ഏത് നിലയിൽ തന്നെ വിലയിരുത്തിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ചർച്ച ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ 1 മണിക്കൂർ എന്നതുപോലും അപര്യാപ്തമാണ്. സാധാരണ നിലയിൽ ഒരു സിറ്റിംഗ് MP അദ്ദേഹത്തിൻ്റെ പ്രായമോ അനുഭവ സമ്പത്തോ ഒന്നും വിലയിരുത്തേണ്ടതില്ല. ഒരു സിറ്റിംഗ് MP മരിച്ചാൽ നൽകേണ്ട ആദരവ് പോലും അഹമ്മദിനോട് കാണിച്ചില്ല എന്ന് ആക്ഷേപമുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതൊരു വൈകാരികമായി എടുക്കേണ്ട പ്രശ്നമല്ല, ഇത് ഒരു മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കരുത്. ഒരിക്കലുമില്ല. അഹമ്മദ് സാഹിബ് ഇന്ത്യയുടെ ബഹുസ്വരതയെ ലോകത്ത് അവതരിപ്പിച്ച മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടിന്റെ കേരളം ലോകത്തിന് നൽകിയ ഒരു മഹാനേതാവായി അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഇവിടെ മതത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ മുസ്ലിമായാലും ഏത് മതമായാലും അദ്ദേഹം നിരവധി തവണ മന്ത്രിയായി, അദ്ദേഹം നിരവധി തവണ MP ആയി, കേരളത്തിൽ മന്ത്രിസ്ഥാനം വഹിച്ചു. നിരവധി ഇന്ത്യയുടെ വിവിധ ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിച്ച ഉന്നതനായൊരു മതനിരപേക്ഷയുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെയും കാവലാളായി നിൽക്കുന്ന ഒരു മതേതരവാദിയായ ജനാധിപത്യ വിശ്വാസിയായ, അതിലപ്പുറം ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ വിവിധോന്മുഖങ്ങളായ പുരോഗതികളെ അറബ് ലോകത്തിന് പരിചയപ്പെടുത്തി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു വലിയ നേതാവിന് കൊടുക്കേണ്ട ആദരവുകളൊന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ദിവസം ബജറ്റ് മാറ്റിവെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന മാധ്യമങ്ങളുടെ വാക്കുകൾ ഞാനും കടമെടുത്തുകൊണ്ട് പറയുകയാണ്. ഇത് ചെയ്തത് മഹാപാതകമാണ്. ഇത് അഹമ്മദ് സാഹിബിനോടല്ല ചെയ്തത്, ഇന്ത്യൻ മതേതരത്വത്തോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമാണ്. മരണത്തിൽ ദുരൂഹതയുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരു വലിയ ജനാധിപത്യ വിശ്വാസിയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയുക്തമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയെ സമ്പുഷ്ടമാക്കിയ മഹാനായ അഹമ്മദ് സാഹിബിന് അതിനോട് കാണിച്ചത് അനീതിയാണ്. പിന്നെ ലോക്സഭയിൽ വെച്ച് മരിച്ചു എന്നത്, ഹൗസിൽ വെച്ച് മരിച്ചു എന്നത് ദൈവവിധി മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ ഫലമാണത്. അദ്ദേഹം പലപ്പോഴും ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പറയുമായിരുന്നു, ഞാൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണ്,
ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് മരിക്കുമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ദൈവവിധിയായി കാണുകയാണ്. പക്ഷേ രാഷ്ട്രം ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നില്ല. ബജറ്റ് നിർത്തിവെക്കണമായിരുന്നു. എന്നിട്ട് അഹമ്മദ് സാഹിബിനോടുള്ള ആദരവ്, ബഹുമാനം, ഇത് അഹമ്മദ് സാഹിബിന്റെ മാത്രം പ്രശ്നമല്ല. ഒരില്ലാത്ത കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. എന്താണ് ജനാധിപത്യം? ഡെമോക്രസി എന്താണ്? ഡെമോക്രസി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ജനങ്ങളാൽ വാഴ്ത്തപ്പെട്ട ഒരു നേതാവിന്റെ മരണം സംഭവിക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ ഒരു നിയമനിർമ്മാണവും നടത്തുന്നത് ശരിയാണെന്ന അഭിപ്രായം ആയിരിക്കാനുള്ളത്? ശ്രീ സി വി എം മാണിമേൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് മുഹമ്മദ് ഹനീഫ എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന്. മുഹമ്മദ് ഹനീഫ, പറഞ്ഞുകൊള്ളൂ. ഈ അരനൂറ്റാണ്ട് കാലത്തോളം പിന്നെ ഈ ജനാധിപത്യ കേരളത്തിലും ഈ ഇന്ത്യയിലും പൊതുരംഗത്ത് പ്രവർത്തിച്ച് MLA ഒക്കെ ആയ ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യത്ത് ഇതാണ് സ്ഥിതി, ഒരു പശുവിന്റെ വില ഇല്ല എങ്കിൽ ഇവിടെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു ഭാഗത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഉന്നതനായ ഒരു വ്യക്തിത്വം, സിറ്റിംഗ് MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലഭിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലടക്കം സ്വീകരിക്കേണ്ട ചില രഹസ്യ നിലപാടുകളുമുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി അധികൃതർ അടക്കം വളരെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും വലിയ വിവാദങ്ങൾക്ക് ഇടവയ്ക്കാവുന്ന സാഹചര്യവുമുണ്ട്. 11:45 നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ അഹമ്മദ് കുഴഞ്ഞു വീഴുന്നത്. പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കടക്കം എന്താണിപ്പോൾ അഹമ്മദ് സാഹിബിൻ്റെ ആരോഗ്യനില എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെ നിന്നടക്കം യഥാർത്ഥത്തിൽ അഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഒരു ഒത്തുകളിയുടെ ഒക്കെ ഒരു ഭാഗമുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരുന്നുണ്ടോ? അല്ല, മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മരണം സംഭവിച്ചതിന് ശേഷം അത് പുറത്ത് വിടാതിരിക്കാൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കാൻ. കാരണം സർക്കാരിന് നേരത്തെ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ഈ മരണം പുറത്തറിയാൻ പാടില്ല. അത് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഇത് പുറത്തു വിട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു ആദ്യം നടന്നത്. അതിന് ഏതാണ്ട് ആശുപത്രിയിൽ എത്തിയതിന് ശേഷം ഇവരെ കൃത്രിമ ശ്വാസം കൊടുത്ത് വെന്റിലേറ്ററിലും അവിടുന്ന് ട്രോമ കെയറിലും ഒക്കെ ആക്കിയിട്ട് മരണം സ്ഥിരീകരിക്കാതെ ഇവരെ നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതാണ് ഞങ്ങൾ ആദ്യത്തെ ICUയിൽ നിന്ന് ട്രോമ കെയർ ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അഹമ്മദ് സാഹിബിനെ ഞങ്ങൾ കണ്ടതാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ ശ്രീ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ശ്രീ PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ടായിരുന്നു. അദ്ദേഹം ET മുഹമ്മദ് ബഷീറൊക്കെ പറയുമായിരുന്നു, മരണം സംഭവിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ഈ നാടകം ഉണ്ടാകുന്നത്, അതങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ, അത് ഡിക്ലെയർ ചെയ്ത് ബോഡി ഞങ്ങളെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ച് ബോഡി കൈമാറ്റം ചെയ്താൽ ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യാൻ അവർക്ക് പാർട്ടിക്കായിരുന്നാലും ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്താൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു മനുഷ്യ ജീവനേക്കാൾ അഹമ്മദിനെ പോലെയുള്ള ഇന്ത്യൻ പാർലമെൻ്ററി രംഗത്ത് ഇത്രയും സീനിയറായ 10 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന, നിരവധി പാർലമെൻ്ററി കമ്മിറ്റിയിൽ ചെയർമാനും അംഗവുമായിരുന്ന, UN അസംബ്ലിയിൽ ഇന്ത്യ പ്രതികരിച്ച ഒരു ദേശീയ നേതാവിൻ്റെ മരണത്തേക്കാൾ വലുത് ഈ NDA ഗവൺമെൻറ്റിന്, BJP സർക്കാരിന് ഒരു ബഡ്ജറ്റ് അവതരണമാണ് എന്ന രീതിയിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. അവർക്ക് ബഡ്ജറ്റ് വേണമെങ്കിൽ പിറ്റേ ദിവസം അവതരിപ്പിക്കാമായിരുന്നു, അതല്ലെങ്കിൽ വൈകുന്നേരം അവതരിപ്പിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഈ മരണം സ്ഥിരീകരിക്കാതെ ഇതിൽ അനാവശ്യമായി ഇടപെട്ട് ഇതൊരു ഗൂഢാലോചന നടത്തി ഈ മരണത്തെ നീട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ബന്ധുക്കൾക്ക് പോലും കാണാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു. മക്കൾക്കും മരുമക്കൾ, ബന്ധുക്കളെന്ന് പറഞ്ഞാൽ രക്തബന്ധ മക്കളും മരുമക്കളുമാണ് വന്നത് കാണാൻ വേണ്ടി.
അവസാനമായിരുന്നു നോക്കി കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ഓടിയെത്തിയവരാണ് അവരെ പോലും തടയുന്ന, അവർക്ക് പോലും കാണാൻ അവസരം കൊടുക്കാതെ ഇത് നീട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ അവസരം നിഷേധിച്ചത് തീർച്ചയായും വലിയൊരു ഗൂഢാലോചന തന്നെയാണ്. ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ മനോജ് എന്ന പ്രേക്ഷകൻ ഹരിപ്പാടിൽ നിന്നും ടെലിഫോൺ ലൈനിൽ. മനോജ്, പറഞ്ഞോളൂ. നമ്മുടെ കേരളത്തിന്റെ ഒരു ശബ്ദമാണ് നഷ്ടപ്പെട്ടത്. അയാളുടെ മതവും സ്നേഹവും ഒന്നും നോക്കാതെ തന്നെ സത്യാവസ്ഥ പുറത്തുവിടുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, സത്യാവസ്ഥ പുറത്തറിയണം, ജനം അറിയണം നാട് എങ്ങനെ ജീവിക്കുന്നതെന്ന്, ജനത്തിലെ വിശ്വാസം എങ്ങനെ മനുഷ്യനെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് മനുഷ്യന് കാണിച്ചു കൊടുക്കണം. മനോജ് എന്ന പ്രേക്ഷകനാണ് ഹരിപ്പാടിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, നമുക്കറിയാം ബജറ്റ് എന്നതൊരു രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യകതയാണ്. അതുതന്നെയാണ് സുമിത്ര മഹാജൻ ബജറ്റ് അവതരണത്തിന് മുമ്പ് സമ്മേളനം ആരംഭിക്കുമ്പോൾ പറഞ്ഞത്. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ ബജറ്റ് ഏത് തീയതിയിൽ കൃത്യമായി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ബജറ്റ് ഒരു ദിവസം മാറ്റിവെക്കുക, അത്തരത്തിൽ കൃത്യമായ ചട്ടങ്ങളൊന്നും ഭരണഘടനയിൽ ഇല്ലതാനും. സാധാരണ നിലയിൽ ഒരു സിറ്റിംഗ് MP മരിച്ചാൽ പോലും ഉണ്ടാകുന്ന കീഴ്വഴക്കം, ഞാൻ ആവർത്തിക്കുന്നു, അതൊരു കീഴ്വഴക്കമാണ്. സഭാ നടപടികൾ നിർത്തിവെക്കുക, അദ്ദേഹത്തിന് അനുശോചനം അർപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ നടത്തിയ ന്യായീകരണം അത് എത്രത്തോളം വിലക്കെടുക്കാവുന്ന ഒന്നായിരുന്നു? സ്പീക്കറിൻ്റെ ന്യായീകരണത്തിന് ഒരു സാധ്യതയുമില്ല. ഭരണഘടന പരമായ ഒരു നടപടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുള്ളത്. ഒരു സാങ്കേതികത്വം മാത്രമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് രാഷ്ട്രപതി ഇരുസഭകളെ അഭിസംബോധന ചെയ്യും. അത് കഴിഞ്ഞാൽ 1-ാം തീയതി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കും. 2-ാം തീയതി എക്കണോമിക് സർവേ വെക്കും. മാർച്ച് 3-ാം തീയതിയാണ് ജനറൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ വർഷം കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട മാർച്ച് 3 എന്നുള്ളത് അത് ഫെബ്രുവരി 1-ലേക്ക് മാറ്റുകയും റെയിൽവേ ബഡ്ജറ്റ് ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടുവന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അത് ഫെബ്രുവരി 28-ന് രാഷ്ട്രപതിയുടെ പ്രസംഗം, മാർച്ച് 1-ന് റെയിൽവേ ബഡ്ജറ്റ്, മാർച്ച് 2-ന് എക്കണോമിക് സർവേ, മാർച്ച് 3-ന് ജനറൽ ബഡ്ജറ്റ്. ഇതായിരുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ആ ഭരണഘടനാപരമായ ആ ബാധ്യത, അതിനെ ഇവർ ആ രീതി അവരുടെ ഇഷ്ടമനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ BJPയുടെ ഇഷ്ടമനുസരിച്ച് അവർ ഫെബ്രുവരിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്, ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യാം, ഈ സർക്കാരിന് ഭരണഘടന വേണമെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഭരണഘടനാ ബാധ്യതയാണെന്ന് പറയാം. ഇവിടെ E. അഹമ്മദിൻ്റെ മരണം പ്രഖ്യാപിക്കുകയും ബഡ്ജറ്റ് അവതരണം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തതുകൊണ്ട് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഉണ്ടാകത്തില്ല രാജ്യത്ത്. പക്ഷേ ഇത് മാറ്റിവെക്കാതെ, ആ ബഡ്ജറ്റ് അവതരണം മാറ്റിവെക്കാതെ ഒരു സിറ്റിംഗ് മെമ്പർ എന്നതിലുപരി 7 പ്രാവശ്യം തുടർച്ചയായി ലോക്സഭയെ പ്രതികരിച്ച ഏറ്റവും സീനിയർ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും സഭാ നടപടികൾ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ബഡ്ജറ്റ് അവതരണം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഗവൺമെൻറ് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം, പ്രതിപക്ഷ അംഗങ്ങളോടുള്ള ബഹുമാനം ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ സർക്കാർ കാണിച്ചു എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല, അതുപോലെ തന്നെ ഭരണഘടനയോട് ബഹുമാനമില്ല. എല്ലാം തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം റീഅറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. അതാണ് നമ്മൾ E. അഹമ്മദ് എന്ന് പറയുന്ന ബഹുമാനായ. ഇപ്പോൾ ശ്രീ ബഷീർ വള്ളിക്കുന്നിൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അതിനു മുമ്പ് മലപ്പുറത്ത് നിന്നും അഷ്റഫ് എന്ന പ്രേക്ഷകൻ കൂടി. അഷ്റഫ്, പറഞ്ഞുകൊള്ളൂ. ബഹുമാന്യനായ E. അഹമ്മദ് സാഹിബിന്റെ മരണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ കാണിച്ചു കൂട്ടിയത് നരഭോജിയായ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഇതിന്റെ അപ്പുറം നമ്മളൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ഇതിലും സാധാരണക്കാർക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നേരത്തെ ബഹുമാനനായ കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞതുപോലെ ഇവിടെ ഭരണഘടനയോ അതല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെയോ പ്രശ്നങ്ങളല്ല. അദ്ദേഹം എന്താണോ തീരുമാനിക്കുന്നത് അതിവിടെ നടപ്പിലാക്കുക എന്നാണ്
ഇനി ഈ ബഹുമാനനായ ഇയാമത് സാഹിബിന്റെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. ബഷീർ വള്ളിക്കുന്ന് ടെലിഫോൺ ലൈനിൽ. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, സാധാരണ നിലയിൽ ലഭിക്കേണ്ട പ്രിവിലേജസ് ഉണ്ട് മുൻ കേന്ദ്രമന്ത്രിമാർക്ക്, എം പിമാർക്കടക്കം. നിലവിൽ സിറ്റിംഗ് എം പി കൂടിയായ ശ്രീ ഇ അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം മാറ്റി നിർത്തിയാൽ പോലും കേന്ദ്രത്തിൽ തന്നെ 10 വർഷത്തോളം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ സമയം നമുക്കറിയാം 11:45, രാവിലെ 11:45 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. രാത്രിയോടുകൂടി മുതിർന്ന നേതാക്കളടക്കം ആരോഗ്യ വിവരങ്ങൾ അറിയാത്തതിനെ തുടർന്ന് പ്രതിഷേധമുയർത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളിൽ സാധാരണ പതിവാണ്. അങ്ങനെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ത് എന്നത് സംബന്ധിച്ച വ്യക്തതയൊക്കെ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ ദുരൂഹത അത് ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സംശയം ജനിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അദ്ദേഹം ഇതൊരു നിയമപ്രശ്നമോ അല്ലെങ്കിൽ ഒരു 4 നൂറ്റാണ്ട് കാലം തന്നെ MP ആയിരുന്ന ഒരാളുടെ ഒരു നേതാവിന്റെ മാത്രം പ്രശ്നമല്ല. ഇതൊരു മാനുഷികതയുടെയും ഒരു സാഹോദര്യത്തിന്റെയും പ്രശ്നവും കൂടിയാണ്. നമ്മളെല്ലാ പ്രശ്നങ്ങളെയും കാണേണ്ടത് അത്തരം ഒരു മാനുഷികതയുടെ കാഴ്ചപ്പാടിൽ കൂടിയാണ്. ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ, അതും ഏതാണ്ട് ഈ 4 നൂറ്റാണ്ടിലധികം MP ആയി സിൽവർ ജൂബിലി ആഘോഷിച്ച ഒരാൾ പാർലമെന്റിലെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ ഒരാളുടെ ബോഡി അവിടെ കിടക്കുമ്പോൾ അന്നേരം തന്നെ ഇങ്ങനെ ഒരു ചർച്ചയും ബജറ്റ് അവതരണവും ഒക്കെ ആയി പോകുന്നതിന്റെ ഒരു മാനുഷിക വശത്തെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ വ്യാകുലപ്പെടേണ്ടത്. നമ്മൾ പറയാറുണ്ട്, ഫാസിസം നമ്മുടെ തീന്മേശയിലെത്തി, അത് നമ്മുടെ അടുക്കളയിലെത്തി, നമ്മുടെ സ്കൂളിലെത്തി, എല്ലായിടത്തും എത്തി. ഇപ്പോ അത് നമ്മുടെ ICU റൂമിൽ വരെ എത്തി. അപ്പൊ അവരുടെ ഇയാമതിന്റെ മകൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആ സമയത്ത് അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകം വല്ലാതെ ഷോക്കിംഗ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് സ്പീക്കിംഗ് ആസ് ദ സൺ ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ്, ഐ എം സ്പീക്കിംഗ് ആസ് ദ സൺ ഓഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ഏത് ഇന്ത്യൻ സിറ്റിസണും ലഭിക്കേണ്ട ഒന്നാണ് ആശുപത്രിയിലെത്തിയാൽ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താണ് നടക്കുന്നത് എന്ന് മക്കളോട് പറയുക. അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയിരിക്കുന്നത് പോകട്ടെ, ഒരു മുൻ മന്ത്രി എന്നത് പോകട്ടെ, ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണെങ്കിൽ പോലും ഇതുപോലെ ആശുപത്രിയിലെത്തിയ സന്ദർഭത്തിൽ അവരുടെ മക്കളോടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയണം. മണിക്കൂറുകൾ, രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ, ഏതാണ്ട് ഒരു പകൽ മുഴുവൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നിട്ടും ആശുപത്രി റൂമിലായിരുന്നിട്ടും ഈ മക്കളെ അതിലേക്ക് പ്രവേശിപ്പിക്കാതെ, ആരെയും ഒരു നേതാവിനെ പോലും അതിന്റെ വിവരങ്ങൾ പറയാതെ ഏതാനും ഗുണ്ടകൾ ആശുപത്രി കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ അനുകൂലിക്കാനും പറ്റുക? നിങ്ങൾ ആലോചിക്കൂ, എത്ര ഗുരുതരമാണ് സ്ഥിതി. സോണിയാഗാന്ധി വരെ അവിടെ എത്തിയിട്ട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എ ടെററിസ്റ്റ്, ഇത് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയേണ്ടി വന്നു. ഇതൊരു ഭീകരവാദിയല്ല ഈ കിടക്കുന്നത്, ഒരു പാർലമെന്റ് മെമ്പറാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ചികിത്സയുടെ വിവരങ്ങൾ അറിയണം. അപ്പൊ മണിക്കൂറുകൾ, ഏതാണ്ട് 5-10 മണിക്കൂറുകൾ റൂമിലിട്ടടച്ച്, ICU എന്ന പേരിൽ റൂമിലിട്ടടച്ച്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി മാത്രം അതിനെ അകത്തേക്ക് പോകുകയും ബാക്കി അതിന്റെ പുറത്ത് ഗുണ്ടകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ബഷീറിലേക്ക് വരാം. ഇപ്പോൾ കുഞ്ഞുമോൻ കോഴച്ചെറിയിൽ നിന്നും പ്രേക്ഷകൻ. കുഞ്ഞുമോൻ പറഞ്ഞുകൊള്ളൂ. കുഞ്ഞുമോൻ പറഞ്ഞുകൊള്ളൂ. ഞാൻ ഇന്ത്യ ഭരിക്കുന്ന ഈ വർഗീയ കൊമരങ്ങളുടെ കയ്യിൽ നിന്ന് ന്യൂനപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. ക്ഷമിക്കണം ശ്രീ കുഞ്ഞുമോൻ, ടെലിഫോൺ ലൈനിൽ സാങ്കേതികമായ തകരാറുണ്ട്. ശ്രീ കൊടുക്കുന്ന് സുരേഷ്, ശ്രീ ബഷീർ വള്ളിക്കുന്ന് ഇവിടെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമായി അല്ലെങ്കിൽ ഒരു ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരാൾക്ക് പോലും ഉണ്ടാകുന്ന പശ്ചാത്തലം, അത് എന്തിൻ്റെ മറവിൽ ആണ് ഇങ്ങനെ ഇത്തരം വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചത് എന്ന സംശയം അത് സാമാന്യ ജനത്തിന് പോലും തോന്നുമ്പോൾ ഈ സംഭവം പൊതുസമൂഹത്തിന് പോലും വലിയൊരു ആശങ്കയാണോ സമ്മാനിക്കുന്നത്? ശ്രീ കൊടുക്കുന്ന് സുരേഷ്, ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഇവിടെ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ബജറ്റ് എന്നതൊരു രാജ്യത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന ഒന്നാണ്. ഇ അഹമ്മദിനോട് ഒരു തരത്തിലുമുള്ള അനാദരവ് പുലർത്തുന്നില്ല. ബജറ്റ് ഇപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ അവതരിപ്പിക്കുന്നു. അതിനു മുമ്പായി അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചു. ഇന്ന് പാർലമെൻറ്റ് നടപടികൾ റദ്ദാക്കിയത് അദ്ദേഹത്തോടുള്ള അനുശോചനത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. ശ്രീ ബഷീർ വള്ളിക്കുന്ന്.
അതെ, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ബജറ്റ് നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു പ്രധാന സംഗതിയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അത് കൃത്യസമയത്ത് നടക്കണമെന്നത്. പക്ഷെ ഇതിനും ഇങ്ങനെ ഒരു മൃതശരീരത്തോട് ഒരു നേതാവിനോട് ഇങ്ങനെ അനാദരവ് കാട്ടിയിട്ട് വേണമോ? എന്തായിരുന്നു കുഴപ്പം? മക്കൾ വന്നത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം മരിച്ച സമയത്ത് തന്നെ അത് ഡിക്ലെയർ ചെയ്തു. അത് ഡിക്ലെയർ ചെയ്തതിനു ശേഷം പിറ്റേന്ന് കാലത്ത് തന്നെ മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാമല്ലോ, കേരളത്തിലേക്ക് കൊണ്ടുവരാമല്ലോ, അതിനുശേഷം അത് നടത്താമല്ലോ. ഇപ്പോൾ ആരും പറയുന്നില്ല ബജറ്റ് മാറ്റിവെക്കണമെന്നത്. ബജറ്റ് നടത്തണമെങ്കിൽ നടത്തിക്കോളൂ. പക്ഷേ ഒരു മൃതശരീരത്തോടും ഒരു നേതാവിനോടും അവരുടെ മക്കളോടും ഒക്കെ മാനുഷികമായ ഒരു പരിഗണന കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പം? മാത്രമല്ല, ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ, വാർത്താ ഏജൻസികൾ, എനിക്ക് തോന്നുന്നു PTI വരെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രൊസീഡിങ്സ് ഇല്ല. കേന്ദ്രമന്ത്രി ഇതിനു മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്, അന്നേ ദിവസം ബജറ്റ് നടത്തിയെന്ന് പറഞ്ഞു. അതുപോലെ സിറ്റിംഗ് MLA MP മരിച്ചിട്ടുണ്ട്, അന്ന് ബജറ്റ് നടത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വാർത്തയെ കുറിച്ച് എന്തൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫേസ്ബുക്ക് ഒരു പോസ്റ്റായിട്ട് അത് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്രമന്ത്രി MP റാണ 1974 ഓഗസ്റ്റ് 31 മരിച്ചുവെന്നും അന്ന് ബജറ്റ് മാറ്റിവെച്ചില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ സിറ്റിംഗ് MP ആയിരുന്ന ജുജാർ പാൽ സോറൻ 1954 ഏപ്രിൽ 19 മരിച്ചു, അന്ന് റെയിൽവേ ബജറ്റ് മാറ്റിയില്ല. ഇത് പത്രങ്ങളിലൊക്കെ വന്നതാണ്, ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ മുട്ടൻ കളവാണിത്. ഇങ്ങനെ ഒരു സംഭവം തന്നെ ആ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 1974 കേന്ദ്ര ബജറ്റ് നടന്നത് ഫെബ്രുവരി 28 1954 റെയിൽവേ ബജറ്റ് നടന്നിട്ടുള്ളത് ഫെബ്രുവരി 19 ഇവർ പറയുന്ന 2 മരണ ദിവസങ്ങളിലുമല്ല. അപ്പോ വ്യാജ വാർത്തകൾ, ഈ ഫാക്സത്തിന്റെ പതിവ്, അതിന്റെ അടിസ്ഥാന സ്വഭാവം കളവ് പ്രചരിപ്പിക്കുകയും അതിനുമേൽ കളവ് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക്കിനിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയുമാണ്. സത്യത്തിൽ അഹമ്മദ് സാഹിബിന്റെ മരണത്തിലും അവർ ചെയ്തതാണ്. ആ പൊതുസമൂഹത്തിന് അതേ സംശയം തന്നെ നിലനിൽക്കുകയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ MP കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തത്സമയം ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, അഹമ്മദ് സാഹിബിന്റെ മരണത്തിന് ശേഷം കേരളത്തിൽ നിന്നടക്കമുള്ള MP-മാർ ബജറ്റ് മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു, കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമൊക്കെ നിരാകരിക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. ബജറ്റ് കൃത്യസമയത്ത് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്നതിന് കേന്ദ്ര സർക്കാർ സ്പീക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ന്യായീകരണവും ഉണ്ടാകുന്നു. ബജറ്റ് അവതരണം നടത്തിക്കൊണ്ട് അന്ന് പാർലമെൻറ്റ് നടപടികൾ അവസാനിപ്പിക്കുക എന്ന കീഴ്വഴക്കം പോലും സ്വീകരിക്കാതിരുന്നതുകൊണ്ട് ശ്രീ അഹമ്മദ് സാഹിബിനെ, അദ്ദേഹത്തോട് അനാദരവ് പുലർത്തുകയായിരുന്നു സർക്കാർ എന്നാണോ അനുമാനിക്കേണ്ടത്? 100%. കാരണം 4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചിരുന്ന പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ സഭാ നടപടികൾക്കിടയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ, പാർലമെൻറ്റ് അംഗത്തെ, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൊട്ട് 100 മീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഘട്ടത്തിൽ MP-മാർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ പോയി കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരത്തിലാണ് അല്ലെങ്കിൽ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷേ ആഭ്യന്തരമന്ത്രിയോടും വെങ്കയ്യ നായിഡുവിനോടും ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി അനന്ത്കുമാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു. ഞങ്ങൾ അവസാനം ബഹുമാനപ്പെട്ട സ്പീക്കറുമായി ഈ കാര്യം ചർച്ച ചെയ്തു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം, നിങ്ങൾക്ക് ഇന്ന് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് നിർബന്ധിതമായ താല്പര്യമാണെങ്കിൽ 11 മണിക്ക് ശേഷം മൃതശരീരം ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം മാറ്റിവെച്ചിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. അതിന് സാങ്കേതികമായി അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ബഡ്ജറ്റ് ഡോക്യുമെൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സർക്കുലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന സാങ്കേതികവാദം ഒന്ന് പറഞ്ഞു. 2, നേരത്തെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ 2 പ്രീസിഡൻസ് ഇതുമായി ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. 1974 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ശ്രീ റാണയുടെ മരണവും അതുപോലെ മറ്റ് 2 ഇൻസിഡൻറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രീസിഡൻസ് ഉണ്ട്, ബഡ്ജറ്റ് മാറ്റിവെച്ചിട്ടില്ല എന്ന നിലയിലുള്ള പ്രീസിഡൻസ് എന്ന നിലയിലാണ് അനന്ത്കുമാർ പാർലമെൻ്ററി കാര്യമന്ത്രി ഞങ്ങളോട് മുഖതാവിൽ പറഞ്ഞത്. അപ്പോൾ ബോധപൂർവമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബഡ്ജറ്റ് ഇനി അഥവാ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ
ഇന്നലെ തന്നെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആകാമായിരുന്നു, 2 മണിക്കോ 3 മണിക്കോ ആകാമായിരുന്നു. ഇനി ഇതിനേക്കാൾ ഏറെ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് ഈ ബഡ്ജറ്റിൻ്റെ ഡേറ്റിന് ഇപ്പോൾ യാതൊരു സാങ്ക്ടിറ്റിയുമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയായിരുന്നുവെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട നിർബന്ധിതമായ തീയതി ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ദിവസമാണ്. ഫെബ്രുവരി 28 ആണെങ്കിൽ 28, 27 ആണെങ്കിൽ അല്ലെങ്കിൽ 29 ആണെങ്കിൽ 29, ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഫെബ്രുവരിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ദിവസം. അതായിരുന്നു കീഴ്വഴക്കം. ഇപ്പോൾ ആ കീഴ്വഴക്കത്തെ 1949 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനുവർത്തിച്ചു വന്ന കീഴ്വഴക്കത്തെയാണ് BJP ഗവൺമെൻറ് പാർലമെൻറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ, പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 എന്ന തീയതി ഏകപക്ഷീയമായി ഫെബ്രുവരി 1 മാറ്റി. ആ 1 മാറ്റിയ ബഡ്ജറ്റ് രാവിലെ നടക്കേണ്ടത് ഇങ്ങനൊരു ദാരുണ സംഭവം നടന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ സഭാ നടപടികൾക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ച സീനിയർ മോസ്റ്റ് അംഗം കൂടിയായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബഡ്ജറ്റ് അവതരണം 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റിവെച്ചാൽ മാനം ഇടിഞ്ഞു വീഴുമോ? താങ്കളിലേക്ക് വരാം. കീഴ്വഴക്കങ്ങൾ പലതും മാറ്റിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കീഴ്വഴക്കത്തിൽ പോലും മാറ്റമുണ്ടാകാതെ അനാദരവ് പുലർത്തിയെന്ന സംശയമുണ്ടാകുന്നു. മുഹമ്മദ് റഫീഖാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. മുഹമ്മദ് റഫീഖ് പറഞ്ഞോളൂ. ആദ്യമായി മറ്റുള്ള ചാനലുകളൊക്കെ ഈ ചർച്ചയ്ക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ച ന്യൂസ് പാനറ്റ് എന്ന ചാനലിനെ ആദ്യമായി അഭിവാദ്യം അർപ്പിക്കണം. അഹമ്മദ് സാഹിബിനെ പോലത്തെ ഒരു സീനിയർ നേതാവിന് രാജ്യത്ത് അനുഭവിക്കേണ്ട ഗതികേട് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനെയും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നരഭോജിയായ ഇന്ത്യൻ ഭരണകൂടം നിൽക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണെന്നാണ് എനിക്ക് അവസ്ഥയിൽ പറയാനുള്ളത്. റൈറ്റ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ NK പ്രേമചന്ദ്രൻ, വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിനൊക്കെ അപ്പുറത്ത് പൊതുസമൂഹം സ്വീകരിച്ചു വരുന്ന ചില കീഴ്വഴക്കങ്ങൾ, ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട സമീപനങ്ങൾ, അത്തരം സംശയങ്ങൾ കൂടി ഉയരുന്നു. പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് MP ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നു. രാവിലെ 11:45 അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പിന്നീട് ഒരു വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും, മകൾക്കും മരുമകനും ഒന്നും അറിയാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരം എന്ത് എന്നറിയുന്നതിന് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നു. ആശുപത്രിയിൽ അടക്കം സ്വീകരിച്ച നിലപാടുകളിൽ, സമീപനങ്ങളിൽ ദുരൂഹതയുണ്ടോ? NK പ്രേമചന്ദ്രനിലേക്ക് വരാം. ഇപ്പോൾ ബഷീർ വള്ളിക്കുന്ന് വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, പ്രതിപക്ഷം ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തുകളിയുടെ ഭാഗമായാണ് ഈ മരണവിവരം പുറം ലോകത്ത് അറിയാതിരുന്നത്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നത് എന്ന തരത്തിൽ ആക്ഷേപമുണ്ട്. പ്രധാനമന്ത്രിക്ക് അടക്കം കത്ത് നൽകുന്ന സമീപനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ ഇനിയൊരു പ്രതികരണം അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു വിശദീകരണം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകേണ്ടതുണ്ട്, ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്തുണ്ടായി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്, ഒരു മാനുഷികതയുടെ പ്രശ്നമാണ്, ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കണം. എന്താണ് സംഭവിച്ചത്? കൃത്യമായി ആ 12 മണിക്കൂർ നേരം ആശുപത്രിയിൽ എന്ത് സംഭവിച്ചു, ആരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കണം. അപ്പൊ ബജറ്റ് അവതരിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് മാറ്റമില്ലാതെ നടക്കുന്നതിലോ ഒന്നും ആർക്കും എതിർപ്പുണ്ടാകില്ല. അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിഷയങ്ങളാണ്, അത് നടക്കണം. പക്ഷെ ഒരു മെമ്പർക്കെതിരെ ഒരു മനുഷ്യാവകാശം ഉണ്ടായിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ പോലും മനുഷ്യാവകാശം ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം ലഭിക്കണം. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, ഫാസിസ്റ്റുകളിൽ നിന്നും നിങ്ങൾ മാനുഷികത പ്രതീക്ഷിക്കാൻ പാടില്ല എന്നതാണ്. 2002 എഹ്സാൻ ജാഫ്രിയുടെ സ്ഥിതിവിശേഷം, ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹം നേരിട്ട് വിളിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ, എന്റെ വീടിന് ചുറ്റും ആളുകൾ വളഞ്ഞിരിക്കുന്നു, തീ കത്തിച്ച് കൊല്ലുന്നു ആളുകളെ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഫാസിസ്റ്റുകളിൽ നിന്ന് നിങ്ങൾ എന്ത് മാനുഷികതയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ. അതൊക്കെ ഉണ്ട്. എങ്കിലും
നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എഹ്സാൻ ജാഫരിയുടെ വിഷയത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് എഹ്സാൻ ജാഫരി മുഖ്യമന്ത്രിയെയും പോലീസ് കമ്മീഷണറെയും ഒക്കെ വിളിക്കുന്നത്. പോലീസ് കമ്മീഷണറുടെ വീട് 2 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. എന്നിട്ട് 4-5 മണിക്കൂർ വേണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ബഷീറിലേക്ക് വരെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് മജീദ് എന്ന പ്രേക്ഷകൻ. മജീദ് പറഞ്ഞുകൊള്ളൂ. മജീദ് പറഞ്ഞുകൊള്ളൂ. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ശ്രീ ബഷീർ വെള്ളിക്കുന്ന്, താങ്കൾ നേരത്തെ പറയുന്നത് പോലുള്ള കുറേ ഏറെ ഉദാഹരണങ്ങൾ ആ നിലയിൽ മാത്രം ഈ വിഷയത്തെ കണ്ടാൽ മതിയോ? പ്രത്യേകിച്ച് ഇ അഹമ്മദ്, ഞാൻ ആവർത്തിക്കുന്നത്, ഇതിനെ ഒരു വൈകാരികമായ തലത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും ആരാണ് മരിച്ച വ്യക്തി എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, കേരളത്തിലടക്കം ഇ അഹമ്മദ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പതിറ്റാണ്ട് നീണ്ട കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, 25 വർഷം തുടർച്ചയായി പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള സേവനം, പലപ്പോഴും വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകളിലടക്കം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് പാർലമെൻറ്റ് മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനിടയിൽ തന്നെ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഭരണകൂടം പുലർത്തിയ സമീപനം എന്താ എന്നതുകൂടി വലിയ ചോദ്യമായി മാറുന്നുണ്ടോ? പൊതുസമൂഹം ഏത് നിലയിലായിരിക്കും അതിനെ നോക്കിക്കാണുക? ഇപ്പോൾ ശ്രീ അബ്ദുറഹ്മാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, ഏത് നിലയിലാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒരു ഭാഗത്ത് ബജറ്റ് എന്നത് രാജ്യത്തിൻ്റെ സമഗ്രമായ ഒരു വിഷയമാണ്. സാമ്പത്തിക നിലയിൽ അടക്കം വലിയ സ്വാധീനം ചെലുത്തുന്ന സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെ ഏറ്റവും നിർണായകമായ ഒന്ന് ബജറ്റ്. ആ ബജറ്റിൻ്റെ തലേ ദിവസം തന്നെ അതുപോലെ തന്നെ ജനസ്വീകാരനായ ഒരു നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ പാർലമെൻറ്റ് മന്ദിരത്തിൽ മരിച്ചു വീഴുന്ന സാഹചര്യം, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ മരണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ എടുത്ത സമീപനങ്ങൾ വരെ താങ്കൾ ഏത് നിലയിലാണ് നിരീക്ഷിക്കുന്നത്? BJP സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ നടപ്പിലാക്കി എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അവര് ആര് മരിച്ചാലും സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ദേശീയതയോ മതേതരത്വമോ ഒന്നും ഈ സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. ഇ അഹമ്മദിനെ പോലുള്ള മതേതരത്വ മുഖമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മതേതരത്തിന്റെ ഒരു മുഖമായിരുന്നു ഇ അഹമ്മദ് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കുറച്ചു കാണിക്കാനാണ് BJP സർക്കാർ ശ്രമിച്ചത് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രവർത്തനത്തെ നമ്മൾ നല്ല രീതിയിലല്ല കാണുന്നത്. ഈ സർക്കാർ ഫാസിസത്തിന്റെ ഒരു ഏറ്റവും ഭീകരമായ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണിച്ചു തന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ അബ്ദുറഹ്മാൻ, ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു എങ്കിൽ പോലും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ പാർട്ടിക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും മടിയുണ്ടായിരുന്നില്ല. മരണം എന്നത് സ്ഥിരീകരിക്കുന്നതിലോ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ളവർ ആശുപത്രി പരിസരത്ത് നിന്ന് അടക്കം പറഞ്ഞിരുന്നു, മരണം സ്ഥിരീകരിക്കാമെങ്കിൽ അത് എന്തിനു വെച്ച് നീട്ടണമെന്ന തരത്തിലൊക്കെ പരാമർശം ഉണ്ടായി. അപ്പോഴും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടക്കമുള്ള ഈ ദുരൂഹത, ആ ദുരൂഹതയ്ക്ക് പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ട് എന്ന തരത്തിൽ നിരീക്ഷണമുയരുന്നു. സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ബഹുമാന്യനായ ഇന്നലെ അന്തരിച്ച ഇ അഹമ്മദ് സാഹിബിന്റെ മരണം മറച്ചു വെക്കാൻ ശ്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ നടക്കുന്ന ബഡ്ജറ്റ് അവതരണം, ആ അവതരണം നീട്ടിക്കൊണ്ടു പോകാതെ അതേ ദിവസം നടത്തുക എന്നുള്ള ഒരു ഗൂഢമായ ഒരു ഉദ്ദേശം അതിലുണ്ട്. അത് ബഡ്ജറ്റ് എന്ന ഇന്ത്യ രാജ്യത്തിന്റെ ബഡ്ജറ്റാണ്. പക്ഷേ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഏത് മരണമായാലും ജനാധിപത്യ രീതിയിലുള്ള ഏത് പ്രവർത്തനമായാലും അതിനെ മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് സത്യത്തിൽ തലേ ദിവസം രാത്രി നടന്ന അദ്ദേഹത്തിന്റെ മരണസമയത്ത് നടന്നത്. അത് മറച്ചു വെക്കുക എന്നുള്ള ഗൂഢമായ ഒരു ഉദ്ദേശം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനിയിപ്പോ അന്വേഷണം നടത്തിയാൽ തന്നെ
ആശുപത്രിയിലെ 24 ഡോക്ടർമാർ ഒന്നിച്ചു എടുത്ത തീരുമാനമാണെന്ന് പറയുന്നു. അതൊന്നും എത്ര കണ്ട് വിശ്വാസ്യത അതിലുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം, ആ വിശ്വാസ്യത തന്നെയാണ് സംശയമുണ്ടാക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ വി അബ്ദുൾ റഹ്മാൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മജീദ് എന്ന പ്രേക്ഷകൻ മജീദ് റഹ്മാൻ പറഞ്ഞോളൂ. അഹമ്മദിന്റെ മരണവിവരം മറച്ചുവെച്ചതിലാണ് പ്രതിഷേധം കനക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് നേതൃത്വം പ്രധാനമന്ത്രിയെ കാണും. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുന്നു. മരണം സ്ഥിരീകരിക്കുമ്പോൾ പോലും മരണവിവരം മറച്ചുവെച്ചോ, അത് ഒരു അനാദരവായിപ്പോയോ എങ്കിൽ എന്തിന് അദ്ദേഹത്തെ അനാദരിച്ചു എന്നാണ് ന്യൂസ് 18 പരിശോധിച്ചത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികൾക്ക്, ഒപ്പം പ്രതികരിച്ച പ്രേക്ഷകർക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.